എടാ ഈ കെവിൻ്റെ വീട് എൻ്റെ കസിൻ്റെ വീടിൻ്റെ അടുത്ത് അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ്. പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കിയപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഓരോ കാര്യങ്ങൾ വേണ്ടേ, അവരെങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും. പിന്നെ നീനു ആണ് എല്ലാവരും നീനുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ പിന്നെ തോന്നിയ ദിവസം പറഞ്ഞ് നടക്കുന്നവർക്ക് അത് അതേ അവർക്ക് ജോലിയുള്ളൂ, അവരത് പറഞ്ഞുകൊണ്ട് നടന്നോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അത്ര തന്നെ. ആ വീടിന്റെ ഫീലിങ്സ്, ആ കുടുംബത്തിന്റെ ഫീലിങ്സ്, ആ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്നും ആ മരണശേഷം അവരെ സ്വന്തം മകന്റെ ഭാര്യയെ പോലെ ആ കുട്ടിയെ ഏറ്റെടുക്കാൻ കാണിച്ച ആ മനസ്സ്, ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനുശേഷമാണോ ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ പടച്ചു വിടാനുള്ളത്? കാരണം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും നമ്മൾ കേട്ടൊരു വാർത്തയാണ്, നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു. അതായത് കെവിൻ നീനുവിനെ അറിയാത്ത ആൾക്കാർ ചുരുക്കമാണ്. 2018 കേസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ഞാൻ കൂടുതലായിട്ട് വന്നിരുന്ന് വിശദീകരിക്കുന്നില്ല. എന്തായാലും ആ ഒരു നീനുവിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. അതായത് കെവിൻ്റെ വീട്ടുകാരാണ് ആ ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. വയനാട്ടിലുള്ള ഒരു പയ്യനുമായിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞത് എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പുറത്ത് വന്നുകൊണ്ടിരുന്നത്. നമ്മളും അതിനെപ്പറ്റി വീഡിയോ ചെയ്തതാണ്. ഞാൻ മാത്രമല്ല, ഒരുപാട് യൂട്യൂബേഴ്സ് ആ ഒരു വിഷയത്തിലെടുത്ത് വെച്ച് വീഡിയോ ചെയ്തതാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അഖിൽ വിശ്വം എന്ന് പറയുന്ന ചാനലിലെ അഖിലേട്ടൻ, പുള്ളിക്കാരനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞ ഒരു വ്യാജമായിട്ടുള്ളൊരു വാർത്തയാണ്. അത് മാത്രമല്ല, നീനു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയായിട്ട് പരിചയമുള്ള ആൾക്കാരുമായിട്ട് ഈ ഒരു ചേട്ടന് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വോയിസ് പുള്ളിയുടെ ചാനലിൽ അത് പുറത്ത് വിടുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിലവിൽ ഇന്ന് രാവിലെ ആ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. എന്താണ് നിലവിൽ നീനുവിൻ്റെ കണ്ടീഷൻ, എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. എടാ ഈ കെവിൻ്റെ വീട് എൻ്റെ കസിൻ്റെ വീടിൻ്റെ അടുത്ത് അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ്. പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കിയപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഓരോ കാര്യങ്ങൾ വേണ്ടേ, അവരെങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും. പിന്നെ നീനു ആണ് എല്ലാവരും നീനുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ പിന്നെ തോന്നിയ ദിവസം പറഞ്ഞ് നടക്കുന്നവർക്ക് അത് അതേ അവർക്ക് ജോലിയുള്ളൂ, അവരത് പറഞ്ഞുകൊണ്ട് നടന്നോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അത്ര തന്നെ. ഓക്കെ, നിലവിൽ ആ ഒരു പെൺകുട്ടിയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. വ്യാജമായിട്ടുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു വോയിസിനകത്ത് ഈ ഒരു ചേച്ചി പറയണത്. എന്തായാലും ഇത് സത്യമാണെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണോ എന്തോ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പടച്ചു വിടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആ പറഞ്ഞ പോർഷൻസ് ഞാനത് ഡ്രിം ചെയ്ത് മാറ്റി തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ശരിക്കും അവർ അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇത്തരത്തിലൊക്കെയുള്ള ഒരു വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകത്തേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ ഒരു വാർത്തയുടെ സോഴ്സ്, അതായത് പ്രത്യേകിച്ച് ഈ നീനു എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് വയനാടാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതിനെ പറ്റിയിട്ട് എങ്ങും കാണാനില്ല. ഇത് ആരാണ് ഈ ഒരു വാർത്ത കൊടുത്തതെന്ന് പറ്റിയിട്ടും ആർക്കും അറിയത്തുമില്ല. എന്തായാലും നിലവിലത്തെ സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ കേട്ടത്. എന്തായാലും ഈ പറയുന്ന നീനുവിനെയും അല്ലെങ്കിൽ നീനുവിൻ്റെ വീട്ടിനടുത്തും ഒക്കെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ആ കമൻറ്റ് തീർച്ചയായിട്ടും ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. എന്തായാലും അഖിൽ വിശ്വം എന്ന് പറയുന്ന ചാനലിനകത്ത് പുള്ളിക്കാരൻ ഇന്ന് രാവിലെ ഇട്ട വീഡിയോയ്ക്കകത്ത് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതാണ് സത്യം. നീനു എന്ന വ്യക്തിയെ അറിയാവുന്നവർക്ക് അവളുടെ സ്റ്റാൻഡ് എന്നാണെന്ന് അന്ന് തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെവിന്റെ മരണത്തിന് ശേഷം അവൾ അന്ന് തന്നെ പല മുഖ്യധാരാ ചാനലുകളോടും അല്ലെങ്കിൽ അവളോട് ചോദിച്ചവളോട് അവൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം കെവിന്റെ വീട്ടിലായിരിക്കും, കെവിന്റെ അച്ഛനും അമ്മയുമായിരിക്കും എൻ്റെ മാതാപിതാക്കൾ. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 7 വർഷമായി ആ പെൺകുട്ടി ജീവിച്ചു പോകുന്നത്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്നലെ ആ ഒരു ക്ലിപ്പിംഗ് ഉൾപ്പെടെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മനോരമയ്ക്കകത്ത് കണ്ട് വന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഒരു സമയത്ത് വളരെ വ്യക്തമായിട്ട് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഇനിയുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് കെവിൻ്റെ വീട്ടിലായിരിക്കും, കെവിൻ്റെ സഹോദരിയും അച്ഛനും അമ്മയായിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഇനി ജീവിക്കാൻ പോകുന്നതെന്ന് വളരെ ഓപ്പണായിട്ട് ആ ഒരു കുട്ടി അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസപരമായിട്ടുള്ള പല ആവശ്യങ്ങൾക്കും അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുന്നത്. അത് മാത്രമല്ല, കെവിൻ വധക്കേസിൽ സ്വന്തം കുടുംബത്തിനെതിരെ ഏറ്റവും പ്രോസിക്യൂഷന്റെ സൈഡിൽ നിന്ന് നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മൊഴി നൽകിയിട്ടുള്ള വളരെ സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നീനു എന്നുള്ള വ്യക്തി. അന്നേരം അത്തരം ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ ഇത്തരം അപമാനപരമായിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടാത്ത വാർത്തകൾ പടച്ചുവിടുന്ന മീഡിയ ചാനലിനോട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാവാൻ പോകുന്നത്? സത്യമാണ്. കാര്യം ഈ ഒരു വാർത്ത വ്യാജമാണെങ്കിൽ കാണിച്ചിരിക്കുന്നത് വെറും തന്തയില്ലാത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇത്രയും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ട് വീണ്ടും ഇത്തരത്തിലൊക്കെയുള്ള ഒരു വാർത്തകൾ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം അവരെ പേഴ്സണലി ഹേർട്ട് ചെയ്യും. ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ആര് പുറത്ത് വിട്ട് കഴിഞ്ഞാലും, ഇതിപ്പോൾ നമ്മളെല്ലാവരും ഇത് സോഷ്യൽ മീഡിയ കണ്ടപ്പോഴാണ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്, അല്ലാതെ ഞങ്ങളല്ലാതെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. അത് വേറൊരു സത്യം. ഇത് ഒരുപാട് പേര്, അതായത് ഏകദേശം 5 ലക്ഷം പുറത്ത് ആൾക്കാർ കണ്ട വീഡിയോ ഒക്കെ ഉണ്ട്. ആ ഒരു വീഡിയോ ഒക്കെയാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമേ വന്നത്. അപ്പം ഇവർക്കൊക്കെ കിട്ടിയതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല. എന്തായാലും അതെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മളെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്. എന്തായാലും ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലൊക്കെയുള്ള ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ. എന്തായാലും എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ട്രിം ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല എൻ്റെ തംബ്നെയിൽ ഉൾപ്പെടെ ഞാൻ മാറ്റുന്നതായിരിക്കും.
ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് എത്രമാത്രം വേദന ഉണ്ടാവും നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കണ്ടയാണ് ആ വീടിന്റെ ഫീലിങ്സ്, ആ കുടുംബത്തിന്റെ ഫീലിങ്സ്, ആ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്നും ആ മരണശേഷം അവരെ സ്വന്തം മകന്റെ ഭാര്യയെ പോലെ ആ കുട്ടിയെ ഏറ്റെടുക്കാൻ കാണിച്ച ആ മനസ്സ്, ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനുശേഷമാണോ ഇത്തരം ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ പടച്ചു വിടാനുള്ളത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അധികം പ്രായമോ കാര്യങ്ങളോ ഒന്നും, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പെങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് നിങ്ങൾ പടച്ചു വിടും. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പേഴ്സണലി എന്തെങ്കിലുമൊക്കെ വന്ന് വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വിഷയത്തിനകത്തോട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയത്തില്ല നീനു എന്ന് പറയുന്നൊരു പെൺകുട്ടി കല്യാണം കഴിക്കാതിരിക്കണം, കല്യാണം കഴിക്കാതെ ജീവിതകാലം മുഴുവനും അങ്ങനെ പോകണമെന്ന് ഞാൻ പറയത്തില്ല. കാര്യം വലിയ ഏജ് ഇല്ല ആ ഒരു പെൺകുട്ടിക്ക്. അപ്പം കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് ജീവിതത്തിൽ എന്തായാലും ഒരാൾ നമ്മുടെ കൂട്ടിന് വേണമെന്ന് നമുക്കൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരും. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും കുറച്ച് നാളൊക്കെ കഴിയുമ്പം ഈ ഒരു വിഷയത്തിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുവാണെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയണത്. അല്ലാതെ നമ്മൾ ലൈഫ് ലോങ് ഇങ്ങനെ നമ്മൾ നഷ്ടത്തിനെ കുറിച്ച് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവനും അങ്ങനെ ഇരിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ച് അവൾക്ക് അവളുടെ ലൈഫിൽ ഒരു ചെറിയ പ്രായത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മുറിവാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ പറ്റാത്ത ഒരു കാര്യം. അവൾ ജീവന് തുല്യം സ്നേഹിച്ച ഒരു വ്യക്തിയെ അവളെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവന്റെ ജീവൻ സ്വന്തം ചേട്ടന്റെ കൈകൊണ്ട് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിയുടെ മനസ്സിലേറ്റ മുറിവിന്റെ ആഘാതം എത്രമാത്രം വലുതാണെന്ന് ഈ കാണുന്ന എനിക്കോ നിങ്ങൾക്കോ ഒന്നും പറയാൻ പറ്റത്തില്ല. സത്യമാണ്. കാര്യം ആ ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ആ ഒരു പെൺകുട്ടി വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ എൻ്റെ ആ ഒരു വീഡിയോക്കകത്ത് വെച്ചാണ്, മനോരമ ന്യൂസിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. 6 വർഷം അങ്ങോട്ടായി ആ ഒരു വീഡിയോ വന്നിട്ട്. അതായത് ആ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വന്നിരുന്ന് വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് കൂടിയിട്ടാണ് ആ ഒരു പെൺകുട്ടി ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. അന്ന് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മെൻ്റൽ ട്രോമ എന്ന് പറയണത് അത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ പുതിയൊരു കല്യാണത്തിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള സമയവും കാര്യങ്ങളും എടുക്കും. പക്ഷേ എന്നാൽ പോലും ഇത് അതിനെക്കാട്ടും വലിയൊരു പ്രശ്നത്തിലോട്ടാണ് ഇപ്പം നിലവിൽ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് തള്ളിയിടാൻ പോകുന്നത്. വീണ്ടും ആ പഴയ ഓർമ്മകളും കാര്യങ്ങളും വ്യാജമായിട്ടുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മാനസിക ബുദ്ധിമുട്ട് ആ ഒരു കുട്ടിക്ക് ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അവൾ ചിലപ്പോൾ ഇപ്പോഴും ആ വീട്ടിൽ സ്വന്തം മകളെ പോലെ ആ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുന്നത്. ഈ പറയുന്ന എനിക്കോ നിങ്ങൾക്കോ ആർക്കോ മറ്റൊരു തരത്തിലുള്ള നഷ്ടവുമില്ല. പക്ഷെ ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം മകനെയാണ്, ആ നീനുവിന് നഷ്ടപ്പെട്ടത് സ്വന്തം ഭർത്താവിനെയാണ്, ആ അച്ഛന് നഷ്ടപ്പെട്ടത് സ്വന്തം മകനെയാണ്. അത്തരം വേദനകൾ നിറഞ്ഞ ആ കുടുംബം ഇപ്പോഴും ഓരോ നിമിഷവും അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ സ്വന്തം മകനെ കുറിച്ച് ആലോചിക്കുന്ന നിമിഷങ്ങളിൽ അവർക്ക് എന്തുമാത്രം വൈകാരികമായിട്ടുള്ള ഫീലിങ്സുകൾ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഓരോ തരത്തിൽ പല രീതിയിൽ പലര് ഇതിപ്പം 10 പേര് പറഞ്ഞ് അവരുടെ ചെവികളിൽ എത്തുന്ന സമയത്ത് ആ കുട്ടിക്ക് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. എന്തായാലും നിലവിൽ ആ ഒരു കുട്ടിയുടെ കല്യാണവും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല. സോ ഇത്തരത്തിലൊക്കെയുള്ളൊരു വ്യാജമായിട്ടുള്ള വാർത്ത പ്രചരിപ്പിച്ച് ആരാന്ന് വെച്ച് കഴിഞ്ഞാലും തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ വീണ്ടും ആ ഒരു കുടുംബത്തിനുണ്ടാകും ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴത്തേക്കും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.